വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം എന്നെ പഠിപ്പിച്ചത് 6 ആളുകളാണ് എന്ന്. ആരാണ് ഈ 6 ആളുകൾ? വാട്ട്, വൈ, ഹൗ, ഹു, വെൻ, വേർ. വാട്ട്, വൈ, ഹൗ, ഹു, വെൻ, വേർ. ഈ 6 ചോദ്യങ്ങളാണ് ലോകത്ത് നിരന്തരമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ഒന്ന് തന്നെയാണ് ഹൗ എന്ന ചോദ്യമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഇതിന് വാട്ടിന് എന്ത് പഠിക്കണം? വൈ എന്തിന് പഠിക്കണം? യെസ്, അതോടൊപ്പം തന്നെ ഹൗ. ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസ ചിന്തകൻ പറഞ്ഞത്, the best thing to learn is to learn to learn. എങ്ങനെ പഠിക്കണമെന്ന പഠിപ്പാണ് ഏറ്റവും വലിയ പഠിപ്പ്. പക്ഷേ പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് എങ്ങനെ പഠിക്കണം എന്ന പഠിപ്പ് പലപ്പോഴും വേണ്ടത്ര നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും കിട്ടാതെ പോകുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. എങ്ങനെ പഠിക്കണം എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പൊതുവില് പഠിപ്പ് നമ്മൾ 4 ചുമരിനുള്ളിലുള്ള ഫോർമൽ എഡ്യൂക്കേഷൻ ആണ് ആളുകൾ പലപ്പോഴും പറയാറുള്ളത്. ഫോർമൽ എഡ്യൂക്കേഷൻ. ഇൻഫോർമൽ ആയിട്ടും നമുക്ക് സംഗതി പഠിക്കാവുന്നതാണ്. വിദ്യാർത്ഥികള് ഇപ്പോ പഠിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കറിയാം. ഓൺലൈനാണ്. നേരിട്ട ക്ലാസിന്റെ അടുത്ത് ഓൺലൈൻ ക്ലാസ് എത്തില്ല, എങ്കിലും അത് ചെയ്യുക എന്നല്ലാതെ വേറെ മാർഗമൊന്നും ഗവൺമെന്റിനില്ല, നമുക്കും. എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ പഠന രീതികൾ പറയാം. ലേണിംഗ് മോഡ്സ് ആണ് എങ്ങനെ പഠിക്കണം എന്നതിന് നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് വായിച്ചു പഠിക്കാം, എഴുതി പഠിക്കാം, കേട്ടു പഠിക്കാം, കണ്ടു പഠിക്കാം, ഒരു പ്രാവശ്യം ചെയ്തു പഠിക്കാം, പല പ്രാവശ്യം ചെയ്തു പഠിക്കാം, മാനസികമായി അനുഭവിച്ച് പഠിക്കാം. 7 മോഡ്സ് ഓഫ് ലേണിംഗ്. 7 രീതിയിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. വിദ്യാഭ്യാസത്തിൽ ചിലപ്പോൾ പറ്റുന്ന ഒരു പോരായ്മ ഉജ്ജ്വലമായ പഠന രീതികൾ തിരഞ്ഞെടുക്കുന്നില്ല എന്നുള്ളത്. ഉചിതമായ പഠന രീതികൾ തിരഞ്ഞെടുക്കുന്നില്ല എന്ന്. അപ്പൊ പഠന രീതികൾ 7 എണ്ണം ഞാൻ പറഞ്ഞു. ഒന്നുകിൽ നിങ്ങൾ റെക്കോർഡ് നോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, പല ക്ലാസ്സും നമ്മൾ കേൾക്കും, മറക്കും, അത്ഭുതമൊന്നും സംഭവിക്കില്ല എന്നിടയ്ക്ക് ഞാൻ പറയാം. മണിക്കൂറുകളോളം കേൾക്കുന്നത് മുഴുവൻ ഓർത്തിരിക്കാൻ സ്വാഭാവികമായി നമുക്ക് കഴിയില്ല. ലേണിംഗ് ബൈ റൈറ്റിംഗ്. ഓക്കെ. അപ്പോൾ നമ്മൾ സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റിയിലും കുട്ടികളെ ആദ്യം പഠിപ്പിക്കേണ്ടത് എങ്ങനെ പഠിക്കണം എന്നാണ്. അത് കുറച്ചൊക്കെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്, ഇല്ല എന്ന് പറഞ്ഞുകൂടാ. ഇപ്പൊ വായിച്ച് പഠിക്കുക. വായനാശീലം കുട്ടികളിൽ രക്ഷിതാക്കൾ വളർത്തേണ്ടതുണ്ട്. വായന മരിക്കുകയാണ് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. വായനയുടെ സ്ഥാനത്ത് വായന തന്നെ. അപ്പൊ കുട്ടികളെ വായനക്കാരാക്കി മാറ്റുക രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വായനക്കാരാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ 2 തരം വായനയുണ്ട്. ഇത് ഒരു മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇപ്പം തന്നെ കരുതി വെച്ചോ. ഓക്കെ. അപ്പൊ 2 തരം വായന നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഒന്ന്, സ്കൂൾ പുസ്തകങ്ങള്, നോട്ടുകൾ വായിക്കുക എന്ന ഒരു വായന. 2, ജനറൽ റീഡിങ്ങും പഠിക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ പ്രധാനമാണ്.
പ്രത്യേകിച്ച് ഭാഷകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് മാത്രം മതിയാവില്ല. അപ്പൊ ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞു വന്നത്, 2 തരം വായന കുട്ടികളെ പഠിപ്പിക്കണം. ഒന്ന് സ്കൂളിലെ ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക്. അതിന്റെ പുറമെ ജനറൽ റീഡിങ്. ജനറൽ റീഡിങ്ങിന് കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ ഒരുപാട് വീക്കിലികളും മാസികകളും മാർക്കറ്റിലുണ്ട്. കളിക്കുടുക്ക, അങ്ങനെ ഒരുപാടുണ്ട്. നിങ്ങൾ ഒരു ബുക്ക് സ്റ്റോറിലേക്ക്, ന്യൂസ് സ്റ്റാൻഡിലേക്ക് കയറിയാൽ, പ്രത്യേകിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് കയറിയാൽ അവിടെ ഒരുപാട് നിങ്ങൾക്ക് കിട്ടും. അതിന് ആദ്യമായി ചിന്തിക്കേണ്ടത് രക്ഷിതാവായ എനിക്ക് വായനാശീലമുണ്ടോ എന്നാണ്. നമ്മൾ കുട്ടികളിൽ വായനാശീലം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ രക്ഷിതാക്കളായ നമ്മളും വായനാശീലം ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. നമുക്കത് ഉണ്ടാവണം. കാരണം നമുക്ക് ആവശ്യമായ മുഴുവൻ വിദ്യാഭ്യാസവും നമുക്ക് സ്കൂളിന്റെയോ കോളേജിന്റെയോ യൂണിവേഴ്സിറ്റിയുടെയോ 4 ചുമരിലൊന്നും കിട്ടില്ല. ഒന്ന് ബാലമാസികകള്, ബാല സാഹിത്യങ്ങള്, ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വീട്ടിലേക്ക് നമ്മൾ വാങ്ങുകയും കുട്ടികളെ കൊണ്ട് ഇത് വായിപ്പിക്കുകയും വേണം. ഇപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വളരെ കൂടി വരികയാണ്. കേരളത്തിന് പുറത്ത് കിടക്കണമെങ്കിൽ, ഇന്ത്യക്ക് പുറത്ത് കിടക്കണമെങ്കിൽ ലാംഗ്വേജ് എത്രമാത്രം നമുക്ക് അറിയുമോ അത്രയും നമുക്ക് ഉപകരിക്കും. ഇപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുക, ഇംഗ്ലീഷ് സംസാരിക്കാൻ അതും ഒരു പഠനം തന്നെയാണല്ലോ. ചില ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ മലയാളം സ്പീക്കിംഗ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് ആണ്. മലയാളം സ്പീക്കിംഗ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കുട്ടികൾക്കറിയാം. അതേ സ്ഥാനത്ത് അപൂർവമായ ചില സ്കൂളുകൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെയും നമ്മളെ കുട്ടികൾക്ക് ധാരാളമായിട്ട് വായിക്കാൻ കൊടുക്കുക. ഉദാഹരണത്തിന് ചമ്പക്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ ചുരുങ്ങിയ വിലക്ക് കിട്ടുന്ന കുട്ടികളുടെ മാസികയാണ് ചമ്പക്, ചന്ദാമാമ, ചിൽഡ്രൻസ് മാഗസിൻ, ചിൽഡ്രൻസ് ഡൈജസ്റ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് ഇംഗ്ലീഷ് മാസികകളും. ഇത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കണം. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നു. ഇപ്പോ നമ്മൾ വാക്കിന് അർത്ഥം പഠിക്കുന്നത്, ഗ്രാമർ പഠിക്കുന്നത്, ഇതൊക്കെ നോൺ കോൺഷ്യസ് ലേണിങ്ങിലൂടെ പഠിക്കാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മളവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, മലയാളം മീഡിയം സ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ഓവർ ഡീറ്റെയിൽ ആയി പോകുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് വിത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, ഇതാ പഠിപ്പിക്കുന്നത്. സംസാരിക്കാൻ പഠിപ്പിക്കുന്നില്ല. റൈറ്റ്? വാസ്തവത്തിൽ ഭാഷയിൽ 5 സ്കിൽസ് ഉണ്ട്. അണ്ടർസ്റ്റാൻഡിങ്, കേട്ടാൽ മനസ്സിലാവൽ; സ്പീക്കിംഗ്, സംസാരിക്കൽ; റീഡിങ്, റൈറ്റിംഗ് ആൻഡ് ട്രാൻസ്ലേറ്റിംഗ്. 5 ലാംഗ്വേജ് സ്കിൽസ്. ഇതിൽ നമ്മുടെ സിലബസിൽ സ്പീക്കിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ വേണ്ടത്ര ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഒരു 3 ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ചാർജ് വഹിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കേണ്ട കാര്യത്തിൽ ഞാൻ ഒരു വാശിക്കാരൻ തന്നെയായി. കാരണം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സംസാരം പഠിക്കേണ്ടത് എങ്ങനെയാണ്? കേട്ടുകൊണ്ടാണ് പഠിക്കേണ്ടത്. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. യെസ്, ഓറൽ, ഈ ഓറലിന്റെ സ്പെല്ലിംഗ് ORAL എന്നല്ല, വായയെ സംബന്ധിച്ച നോ, AURAL, ഹിയറിംഗ് ആൻഡ് ലിസൺ. അപ്പൊ നിങ്ങളുടെ കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ കുട്ടികൾക്ക് ധാരാളമായി ഇംഗ്ലീഷ് കേൾക്കാനുള്ള അവസരമുണ്ടാകും. ഇപ്പൊ ഗൾഫിൽ പോകുന്ന ജാതി മത ഭേദമന്യേ മുഹമ്മദും മോഹൻദാസും മാത്യൂസും ഒക്കെ അറബി നന്നായി പറയുന്നത് കേൾക്കാം. ഒരു നോൺ കോൺഷ്യസ് ആയിട്ടാണ് ആ ലാംഗ്വേജ് പഠിച്ചത്. ഇവിടെ ഫസ്റ്റ് ലാംഗ്വേജ് പഠിക്കുന്നതും സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമാണ്.
What is the difference between the first language and second language? അത് നമ്മൾ പഠിക്കണം. ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് മുഴുവൻ കേൾക്കാൻ അവസരമുള്ളതാണ് ഫസ്റ്റ് ലാംഗ്വേജ് ഓർ മദർ ടങ്. സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് കേൾക്കാൻ അവസരമില്ലാത്ത ലാംഗ്വേജ് ആണ്. കേൾക്കാൻ അവസരമുണ്ടായാൽ വേറെ ഒരു മെത്തേഡും വേണ്ട. ഇപ്പൊ എന്റെ ഗ്രാമത്തിലൊക്കെ പല ആളുകളും ഹിന്ദി സംസാരിക്കാൻ തുടങ്ങി. എന്റെ വീടിന്റെ ഒരു എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പണിക്ക് വരുന്ന 75% ഹിന്ദി സംസാരിക്കുന്നവരാണ്. അപ്പോ ഇപ്പോ കേരളത്തിൽ കുറച്ച് കഴിയുമെന്നോ പറഞ്ഞാൽ പലർക്കും അത്യാവശ്യം ഹിന്ദി അറിയും, കേട്ട് പഠിക്കുകയാണ്, അല്ലാതെ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിൽ പോയിട്ട് പഠിക്കുകയല്ല. മനസ്സിലാക്കണം. അപ്പൊ അതിന് നമ്മൾ നല്ല പ്രാധാന്യം കൊടുക്കണം എന്നാ പറയാനുള്ളത്. എന്റെ ഒരു തിയറി, മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് തന്നെ ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ കഴിയും എന്നാണ് എന്റെ തിയറി. ഞാനത് വെറുതെ പറയുകയല്ല, വളരെ വിനീതമായി ഉണർത്തട്ടെ. ഞാൻ 4 ഭാഷ സംസാരിക്കും, 4 ഭാഷയിൽ പ്രസംഗിക്കും. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് അറബി. ഒന്ന് ഇതെങ്ങനെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞത് ആണ്. ഇംഗ്ലീഷ് സംസാരം പഠിപ്പിക്കണമെങ്കിൽ ധാരാളമായി എനിക്ക് യൂട്യൂബ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ റേഡിയോയിലെ ന്യൂസ് കേൾക്കാം. ഇതൊക്കെ അതിനുള്ള ഒരു രീതിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരൊറ്റ റീഡിങ് മാത്രമേ ഞാൻ ഇപ്പോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ഇനി ചില കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ എന്ത് വേണം? ആവർത്തിക്കണം. ഞാൻ 40 കൊല്ലമായി കൗൺസിലിങ്ങിലാണുള്ളത്. പല വിധത്തിലുള്ള കുട്ടികൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. ആവർത്തിക്കാത്ത കാരണത്താൽ ഗുണന പട്ടിക പല കുട്ടികൾക്കും അറിയില്ല. അത് അതാത് ക്ലാസ്സിൽ നിന്ന് പഠിപ്പിച്ചു വിടുന്നു എന്നല്ലാതെ പിന്നെ അവർ ആവർത്തിക്കുന്നില്ല. ഇവിടെ രക്ഷിതാക്കൾക്ക് ഒരു റോളുണ്ട്. അതെന്താണ്? നിങ്ങളെ കുട്ടികളെ കൊണ്ട് നിങ്ങൾ ഗുണന പട്ടിക ഇടയ്ക്കിടെ ചെല്ലിച്ചു നോക്കുക. ആവർത്തിക്കാത്തതെല്ലാം മറന്നുപോകും. Am I right? ആവർത്തിക്കാത്തതെല്ലാം മറന്നിരിക്കും. അത് മനുഷ്യന്റെ പ്രകൃതിയാണ്. ഈ ഗുണന പട്ടിക പഠിപ്പിച്ചു വിട്ടിട്ടുണ്ടായിരിക്കും, ആവർത്തിക്കുന്നില്ല എങ്കിൽ അത് സ്വാഭാവികമായി മറന്നു. ആ ഉത്തരവാദിത്തം മാറ്റാനെടുക്കണം. ഇനി പഠിക്കുക, പഠിപ്പിക്കുക, 2 കാര്യമുണ്ട്. കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ആരാണ്? നമ്മൾ പറയാറുള്ളത് അധ്യാപകർ മാത്രം എന്നാണ്. അങ്ങേയറ്റത്തെ ഒരു അബദ്ധ ധാരണയാണ്. ഫസ്റ്റ് ടീച്ചർ ഈസ് ദ മദർ. അമ്മയാണ് ആദ്യത്തെ ടീച്ചർ. പക്ഷേ അമ്മയാവാനുള്ള ട്രെയിനിങ് നമ്മളെ മാതാക്കൾക്കും പിതാക്കന്മാർക്കും കിട്ടിയിട്ടുണ്ടോ? ആലോചിച്ചു നോക്കുക. ഇവിടെ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ രക്ഷിതാക്കളും നല്ല രക്ഷിതാവാൻ പഠിക്കണം. പഠിക്കാൻ നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ എങ്ങനെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ലക്ഷ്യമുണ്ടെങ്കിൽ മാർഗമുണ്ട്, ലക്ഷ്യമില്ലെങ്കിൽ കാരണങ്ങളുണ്ട്. നമ്മൾ കാരണം അവതരിപ്പിക്കാണ് പലപ്പോഴും ചെയ്യും. അപ്പോ വേറൊരു കാര്യം രക്ഷിതാക്കൾ ചെയ്യേണ്ടത്, കുട്ടികൾ നിശ്ചിത സമയം പഠിക്കാൻ വേണ്ടി നിശ്ചയിക്കുക. ഇത്ര മണി മുതൽ ഇത്ര മണി വരെ പഠിക്കുക. പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നമുള്ളത്, ഓൺലൈനിൽ ക്ലാസ് ആയതുകൊണ്ട് അധികം പഠിക്കാനില്ല എന്ന് കുട്ടികൾ പറഞ്ഞു. നിശ്ചിത ടൈം. പലപ്പോഴും വരുന്ന ഒരു പരാതി, കുട്ടി പഠിക്കുന്നില്ല എന്നാണ്. മാർക്ക് കുറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കുട്ടികൾക്ക് പഠിക്കാനുള്ള മോട്ടിവേഷൻ ഇല്ലായ്മയാണ്. അപ്പൊ രക്ഷിതാക്കൾ നല്ല രക്ഷിതാവാകാൻ പഠിക്കണം. രക്ഷിതാവിന് ഉള്ള റോളുകൾ കുറെ ഉണ്ട്. ഒരു റോള് മാത്രമൊന്നുമല്ല. രക്ഷിതാവ് പാരന്റ് ആസ് എ ടീച്ചർ, ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കണം. പേരന്റ് ആസ് എ മോട്ടിവേറ്റർ, രക്ഷിതാവ് പ്രചോദനം നൽകുന്ന ഒരാളായിരിക്കണം. പാരന്റ് ആസ് എ ഡിസിപ്ലിനേറിയൻ, രക്ഷിതാവ് ഡിസിപ്ലിൻ പഠിപ്പിക്കുന്ന ഒരാളായിരിക്കണം. പേരന്റ് ഹാസ് എ മോഡൽ, പാരന്റ് ഒരു മാതൃക ആയിരിക്കണം.
പാരന്റ് ആസ് എ ലേണർ, രക്ഷിതാവ് ഒരു പഠിതാവായിരിക്കണം, ലൈഫ് ലോങ് ലേണിംഗ് ആയിരിക്കണം. ഞാൻ 67ാമത്തെ വയസ്സിലാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ ഒരു ഹോം ലൈബ്രറി ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രത്യേക ബിൽഡിങ്ങിൽ തന്നെയാണ്. ഇതും ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യും, രക്ഷിതാക്കളെ, എല്ലാ വീട്ടിലും ഒരു ഹോം ലൈബ്രറി ഉണ്ടായിരിക്കണം. എന്നിട്ട് എന്തെങ്കിലും വായിക്കേണ്ട കുട്ടികൾ വായിക്കാൻ ആവശ്യമായ പുസ്തകങ്ങളാണ് അവിടെ വാങ്ങേണ്ടത്. അതോടൊപ്പം നിങ്ങൾ വീട്ടിലേക്ക് വ്യക്തിത്വ വികസനത്തിനും ആരോഗ്യത്തിനും ഒക്കെ സംബന്ധമായ ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ട് കാര്യം, പെർപ്പസ്ഫുൾ റീഡിംഗ് ആയിരിക്കണം. ഇപ്പൊ രക്ഷിതാക്കളോട് എനിക്ക് ഒന്നുണർത്താനുള്ളത്, എവറി ഹോം ഷുഡ് ഹാവ് എ ഹോം ലൈബ്രറി എന്നാണ്. ഓരോ വീട്ടിലും ഒരു ലൈബ്രറി ഉണ്ടായി. ഏതൊക്കെ പുസ്തകം വാങ്ങണമെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നുവെങ്കിൽ, ഓക്കെ, ഐ ക്യാൻ ടെൽ യു, ഈവൻ ഐ ക്യാൻ ഗിവ് യു മൈ ഫോൺ നമ്പർ. നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് വായന സംബന്ധിച്ച് എങ്ങനെ പഠിക്കണമെന്ന്. അപ്പൊ നിശ്ചിത സമയം നിശ്ചയിക്കണം. ഇത്ര മണി മുതൽ ഇത്ര മണി വരെ, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ എന്ന് തീരുമാനിച്ചാൽ ആ സമയത്ത് കുട്ടികൾ അവിടെ ഇരിക്കുന്ന ശീലം അവരിൽ വളർത്തിയെടുക്കണം. അവർക്കിനി സ്കൂളിലേതോ കോളേജിലേതോ പഠിക്കാനില്ലെങ്കിൽ അവിടെ ആ സമയത്ത് അവര് ജനറൽ റീഡിംഗ് നടത്തട്ടെ. കുട്ടികളുടെ ലിറ്ററേച്ചർ ഇന്ന് മാർക്കറ്റിൽ ധാരാളം കിട്ടും. ഫോർ എക്സാമ്പിൾ ഹാരി പോട്ടർ. ഹാരി പോട്ടറിന്റെ മലയാളം അടക്കം ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ വീട്ടിൽ ഹോം ലൈബ്രറി ഉണ്ടാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികൾക്ക് അത് പഠിക്കാൻ വളരെയധികം ഉപകരിക്കും എന്ന് ഞാൻ ഇവിടെ ഉണർത്തുകയാണ്. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ നന്നായി മോട്ടിവേറ്റ് ചെയ്യാൻ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം. ബിക്കോസ് man is action and there is no action without motivation. സൈക്കോളജി അതാണ് പറയുന്നത്. പ്രചോദനം കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയണം. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, നിങ്ങൾക്ക് യോജിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ചില രക്ഷിതാക്കളൊക്കെ പ്രതിപക്ഷ പാർട്ടിയിലാണ്. പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പാർട്ടിനെ പറയുന്നത് വിചാരിക്കേണ്ട. പ്രതിപക്ഷത്താരാണെങ്കിലും ഞാന് അവരെ കുറിച്ച് പറയാറുള്ള ഒരു വാചകം, ഭരിക്കുന്ന പാർട്ടി ചെയ്യുന്ന ഒരു ഗുണവും കാണാൻ കണ്ണില്ലാത്ത പാർട്ടി എന്നാണ് നിർവചിക്കാറുള്ളത്. ആർക്കും എതിർപ്പുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നത് മാതിരി കുട്ടികൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണാതെ കുട്ടികൾ ചെയ്യുന്ന പോരായ്മകളിൽ തന്നെ ഫോക്കസ് ചെയ്യുന്ന ഒരു രീതി ചില രക്ഷിതാക്കൾക്കുണ്ട്. ഞാൻ അങ്ങനെ പറയുള്ളൂ. കുട്ടിയുടെ പോരായ്മയിൽ തന്നെ ഫോക്കസ് ചെയ്യാം. രക്ഷിതാക്കളോട് എനിക്ക് ഉണർത്താനുള്ള നേരിട്ടുള്ള ക്ലാസ് ആണെങ്കിൽ ഞാൻ എന്താ ചെയ്യാറ്, നിങ്ങൾ ഒരു ഷീറ്റ് കടലാസ് അങ്ങോട്ട് കൊടുത്തിട്ട് ഓരോ കുട്ടിയുടെയും നന്മ കടലാസിന്റെ ഒരു സൈഡിലും മറുഭാഗത്ത് കുട്ടിയുടെ പോരായ്മയും ഞാൻ എഴുതാൻ ആവശ്യപ്പെടുക ചെയ്യാം. പല രക്ഷിതാക്കൾക്കും അത് ചെയ്യരുത് നിങ്ങൾ. അപ്പൊ കുട്ടികൾ ഡീമോട്ടിവേറ്റഡ് ആവും. കുട്ടികൾ ചെയ്യുന്ന ഓരോ നന്മയും നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണം. ഓരോ നന്മയും നമ്മൾ എത്ര ചെറുതാണെങ്കിലും ഉണ്ടാക്കിയെടുക്കണം. കാരണം റെക്കഗ്നിഷൻ ആൻഡ് അപ്രീഷിയേഷൻ എല്ലാവർക്കും വേണ്ടതാണ്. എബ്രഹാം മാസ്ലോ, എന്നെക്കാളും കൂടുതൽ സൈക്കോളജി പഠിച്ച ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. അവർ ഈ സദസ്സിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എബ്രഹാം മാസ്ലോ മനുഷ്യന്റെ നീഡ് അവതരിപ്പിച്ചു. അതിന് പുറമേയും ഒരുപാട് നീഡുകൾ. ഇപ്പൊ റെക്കഗ്നീഷനും അപ്രിസിയേഷനും എല്ലാവരുടെയും ആവശ്യമാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് മോട്ടിവേറ്റർ. ഇപ്പൊ കുട്ടികൾ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് നമ്മൾ എപ്പോഴും അപ്രിസിയേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. പക്ഷേ പലപ്പോഴും ഇവിടെ കിട്ടാറുള്ളത് ഡിപ്രസിയേഷനാണ്. ഡിപ്രസിയേഷൻ എന്നുള്ള വാക്ക് ഇവിടെ ഫിറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പ്രയാസോപ്പിക്കാൻ പറഞ്ഞതാണ്. അപ്പൊ പോരായ്മകൾ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഇതുപോലെ തന്നെ ഒരു സമയം നിശ്ചയിച്ച് ആ സമയത്ത് കുട്ടി പഠിക്കുകയാണെങ്കിൽ പിന്നെ രക്ഷിതാവും കുട്ടിയും തമ്മിൽ പിന്നെ അവിടെ ഫൈറ്റിന്റെ ആവശ്യമല്ല. കുട്ടികൾ അത് അംഗീകരിക്കുക, രക്ഷിതാക്കള് അത് പരിഗണിക്കും. ഇനി രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടികളെ ഉപദേശിക്കുന്ന ഒരു രീതി
പല രക്ഷിതാക്കളും ദേഷ്യം പിടിച്ചിട്ടാണ് ഉപദേശിക്കുന്നത്. അത് വർക്ക് ചെയ്യില്ല. സ്നേഹത്തോടെ ഉപദേശിക്കാൻ രക്ഷിതാക്കൾ പഠിക്കണം. പല രക്ഷിതാക്കൾക്കും ദേഷ്യത്തോടെ ഉപദേശിക്കാനേ കഴിയുള്ളൂ. ഞാനൊരിക്കലും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യും. ഞാൻ ക്ലാസ് എടുക്കുക മാത്രമല്ല, പലരുടെയും ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു പഠിതാവും കൂടി. അപ്പൊ അയാൾ ചോദിച്ചു, ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്താണ് എന്ന് ചോദിച്ചു. പലരും പല ആൻസറും പറഞ്ഞു. അവസാനം ട്രെയിനർ പറഞ്ഞു, ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം ഉപദേശമാണ്. എന്താ കാരണം? കാരണം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു കാര്യം മാറ്റാനാണ് നമ്മൾ ഉപദേശിക്കുന്നത്. ഇപ്പൊ വായിക്കുന്നത് ഇഷ്ടമല്ലാത്തൊരു കുട്ടിയോട് അവന് ഇഷ്ടമല്ലാത്ത അല്ലെ അവൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം നമ്മൾ ഉപദേശിക്കുന്നു. റൈറ്റ് ഓർ റോങ്? ആർക്കും ഇഷ്ടാവില്ല. യെസ്, നമ്മളൊക്കെ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. അതോടൊപ്പം കുട്ടികളെ നല്ല കുട്ടികളാക്കാനും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കുറച്ച് സമയം നമുക്ക് ചോദ്യോത്തരത്തിന് നീക്കി വെക്കേണ്ടതുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം കേട്ടോ. എന്റെ സമയം ആകുന്ന സമയത്ത് ഹോപ്പ് യു വിൽ റിമൈൻഡ് മീ. ഓക്കെ. അപ്പോ കുട്ടികളെ എങ്ങനെ പഠിക്കണം, ഇനിയിപ്പോ എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഇപ്പോ പോയട്രി ഒന്നും കാണാതെ പഠിക്കുന്ന സംവിധാനം അല്ലാന്നാ എനിക്ക് തോന്നുന്നു. വലിയ തെറ്റാണ് അത് ചെയ്തിരിക്കുന്നത്. കാരണം ഓർമ്മശക്തി മെമ്മറൈസിങ് പവർ നഷ്ടപ്പെടാൻ അത് കാരണമാണ്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമുക്ക് ചില പദ്യങ്ങൾ മനഃപ്പാഠമാക്കേണ്ടതുണ്ടായിരുന്നു. അതിനെ റിപ്പീറ്റ് ചെയ്യണം. ലേണിംഗ് ബൈ ഡൂയിങ് മെനി ടൈംസ്. അതവിടെ നിൽക്കട്ടെ. ഗുണനപ്പട്ടിക പഠിക്കണമെങ്കിൽ വി വിൽ ലേൺ ഇറ്റ് ഡൂയിങ് റിപ്പീറ്റഡ്ലി. പല പ്രാവശ്യം ആവർത്തിച്ചെങ്കിൽ മാത്രമേ ഗുണനപ്പട്ടിക പഠിക്കാൻ കഴിയുള്ളൂ. യെസ്. ഇനി എന്തെങ്കിലും നമുക്ക് മനഃപ്പാഠമാക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഒരു വരി എങ്ങനെ പഠിക്കണമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു വരി കണ്ടുകൊണ്ട് 10 പ്രാവശ്യം വായിക്കും. 10 പ്രാവശ്യം വായിച്ചതിന് ശേഷം പിന്നെ അതൊന്ന് കണ്ണടച്ചിരുന്നിട്ട് ഒരു 10 വട്ടം പിന്നെയും പറയും. കണ്ടുകൊണ്ട് 10 വട്ടം വായിച്ചു. പിന്നെ നിങ്ങൾ കണ്ണടച്ച് വായിച്ചപ്പോൾ ഒരു വട്ടം വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായി അത് പറയാൻ കഴിയുമെന്ന് വിചാരിക്കാം. എന്നാൽ പോലും നിങ്ങൾ 10 വട്ടം അത് ആവർത്തിക്കണം. അതെന്തിനാ? മനസ്സിൽ അതൊന്ന് ഉറക്കാൻ വേണ്ടിയാണ്. ഒന്ന് മനഃപ്പാഠമാക്കുക എന്നൊരു പഠനമുണ്ട്. ഇന്നത് വളരെ കുറവാണ്. അപ്പൊ മനഃപ്പാഠമാക്കേണ്ട വല്ലതും ഉണ്ടെങ്കിൽ അതാണ് ചെയ്യുന്നത്. പിന്നെ അത് ഇടയ്ക്കിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. വേറെ പഠിക്കേണ്ട ഒരു രീതി എന്താണെന്ന് അറിയുമ്പോൾ ഒരു 3 ടയർ സിസ്റ്റമാണ് നമുക്ക് വേണ്ടത്. എന്താണ് ഈ 3 ടയർ സിസ്റ്റം? 3 ടയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതാത് ദിവസം പഠിപ്പിച്ചത് അന്ന് തന്നെ പഠിക്കുക. പിന്നെ നാളെ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് വെറുതെ ഒന്ന് നോക്കി വെക്കുക. മൂന്നാമത്തത്, കൊല്ലാദ്യത്തിൽ തുടങ്ങിയ പാഠം റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പരീക്ഷാപ്പനിയൊന്നും വരില്ല, പരീക്ഷ ഉത്കണ്ഠയും വരില്ല. ഇത് അവസാനം വരെ നീട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് 3 ടയർ സിസ്റ്റം എന്ന് പറയുന്നത്. കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. അതാത് ദിവസം പഠിപ്പിച്ചത് അപ്പോൾ തന്നെ പഠിക്കും. പിറ്റേന്ന് പഠിപ്പിക്കാൻ സാധ്യതയുള്ളത് വെറുതെ ഒന്ന് കുറച്ച് നോക്കി വെക്കുക. മൂന്നാമത്തത്, വർഷാരംഭത്തിൽ എന്തൊക്കെ പഠിപ്പിച്ചുവോ അത് ആവർത്തിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഇവിടെ കുട്ടികൾക്ക് ഒരു പ്രശ്നം എന്താ അറിയോ? ഈ കുട്ടിക്ക് മാത്രമല്ല വലിയവർക്കുമുള്ള ഒരു അസുഖം. അതിന്റെ പേരാണ് മടി. മടി. വേണമെങ്കിൽ ഞാൻ എല്ലാവരെയും ഒന്നും കാണുന്നില്ലെങ്കിലും മടി തീരെ ഇല്ലാത്ത ആളുകളൊക്കെ ഒന്ന് കൈപൊക്കിയേ. രക്ഷിതാക്കൾക്കും പൊക്കാം. ആരെങ്കിലും ഉണ്ടാ? എന്റെ അഭിപ്രായം ആരും ഉണ്ടാവില്ല. ചില കാര്യത്തിലെങ്കിലും മടി നമ്മൾക്കൊക്കെ ഉണ്ടാവും. യെസ്, മടി വലിയൊരു വിഷയമാണ്. മടി എന്ന് പറഞ്ഞാൽ എന്താ?
മടി എന്ന് പറഞ്ഞാൽ അലസത, ലെസിനെസ്. നോ. മടിയുടെ സാങ്കേതിക അർത്ഥം എന്താണെന്നറിയോ? ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാൻ സൗകര്യമുണ്ടായിട്ടും ചെയ്യാൻ സുഖം തോന്നാത്തത് കൊണ്ട് ചെയ്യാതിരിക്കുക. അതാണ് മടി. എല്ലാ വാക്കിനും 5 തരത്തിലുള്ള അർത്ഥങ്ങളുണ്ട് ഭാഷാശാസ്ത്ര പ്രകാരം. 5 തരം അർത്ഥം. ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പൊ പഠിക്കാൻ സൗകര്യമുണ്ട്, പഠിക്കേണ്ടതാണ്, പഠിക്കാൻ സുഖം തോന്നുന്നില്ല, പഠിക്കുന്നുമില്ല, മാർക്ക് കിട്ടുന്നുമില്ല. അവിടെ എത്തും സംഭവം. യെസ്, ഞാൻ ഒരിക്കല് കുട്ടികൾക്ക് ഒരു വിഷയം നിങ്ങൾ രക്ഷിതാക്കൾ വിലയിരുത്തേണ്ടത് നമ്മളെ കുട്ടിക്ക് എന്തൊക്കെ കാര്യത്തിലാണ് മടിയുള്ളത് എന്ന്. ആ മടിയാണ് മാറ്റിയെടുക്കേണ്ടത്. പിന്നെ ചില പ്രശ്നങ്ങൾ രക്ഷിതാക്കൾക്ക് പരിഹരിക്കാൻ കഴിയില്ല. ആ കേസിൽ നമ്മൾ ഒരു കഴിവുള്ള ഏതെങ്കിലും കൗൺസിലറെ കണ്ട് കൗൺസിലിംഗ് ചെയ്യിപ്പിക്കലാണ് ഏറ്റവും നല്ലത്. കൗൺസിലിംഗ് ഉപദേശമൊന്നുമല്ല. കൗൺസിലിംഗിൽ സാധാരണ സ്ഥിതിയിൽ നല്ല റിസൾട്ട് കിട്ടും. അതാണ് നമുക്കൊന്ന് ചെയ്യാൻ. ഓക്കെ, അപ്പൊ മടി, എന്റെ കുട്ടിക്ക് എന്തൊക്കെയാണ് മടിയുള്ളത്, എന്തൊക്കെ കാര്യത്തിൽ മടിയുണ്ട് നമ്മൾ പഠിക്കും. ഞാൻ ഒരിക്കല് ഒരു ക്ലാസ്സിൽ കുട്ടികളെ കൂടെ എന്റെ മടികൾ എന്ന ഒരു ഷീറ്റ് കടലാസിൽ എഴുതിപ്പിച്ചു. അങ്ങനെ ഒരു കുട്ടി ഒരു മടി എഴുതിയതിന് ശേഷം പിന്നെന്താ എഴുതിയ അറിയോ നിങ്ങൾക്ക്? ഇനി അങ്ങോട്ട് മടിയെ പറ്റി ചിന്തിക്കുവാൻ മടി. ആ മടി എങ്ങനെയുണ്ട്? ഇനി അങ്ങോട്ട് മടിയെ പറ്റി ചിന്തിക്കുവാൻ മടി. മടി എല്ലാവർക്കും ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് മടിയില്ല എന്നാണ്. നമ്മൾ മരിക്കുന്നത് വരെ മെനക്കെട്ടാൽ നമ്മുടെ മുഴുവൻ മടികളും കണ്ടെത്താൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ പഠിക്കേണ്ടത് എങ്ങനെ? വിവിധ കാര്യങ്ങൾ വിവിധ രീതിയിലാണ് പഠിക്കേണ്ടത്. പിന്നെ രക്ഷിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യം, കുട്ടികൾക്ക് അവരുടെ വിഷയത്തോടനുബന്ധമായിരിക്കുന്ന നല്ല പുസ്തകങ്ങളൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് അനുബന്ധമായിട്ട് അവർക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കണം. ഞാനിവിടെ സൂചിപ്പിച്ചു. വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹാബിറ്റ് ഫോർമേഷൻ ആണ്, ശീലരൂപീകരണം. പഠിക്കുക എന്നതൊരു ശീലമാണ്, പഠിക്കാതിരിക്കലും ഒരു ശീലമാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ശീലം. ശീലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇപ്പൊ പല കുട്ടികളെ പറ്റിയുള്ള പരാതി എന്താണ്? ഹോംവർക്ക് ചെയ്യുന്നില്ല, വീട്ടിൽ നിന്ന് വായിക്കുന്നില്ല, വികൃതി കളിക്കുന്നു. ഇതൊക്കെയാണ് പരാതികൾ വരുന്നത്. അത് ശീലരൂപീകരണം നടക്കണം. ശീലരൂപീകരണം നടത്താൻ അധ്യാപകർക്ക് കഴിയില്ല. കുട്ടികളുടെ ശീലരൂപീകരണം ഉണ്ടാക്കി തീർക്കേണ്ടത് രക്ഷിതാക്കളാണ്. ശീലം ഒരു മനഃശാസ്ത്ര വിഷയമാണ്. ശീലം ഒരു മനഃശാസ്ത്ര വിഷയമാണ്, ഹാബിറ്റ് ഫോർമേഷൻ. നമ്മൾക്ക് ശീലങ്ങൾ ഉണ്ടാകുന്നത് ചിലത് നമ്മൾ അറിയാതെ നമ്മളിൽ ഡെവലപ്പ് ചെയ്തു വരികയാണ്. അതേ സ്ഥാനത്ത് ബോധപൂർവം നമ്മൾക്ക് ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ്. ബോധപൂർവം നമുക്ക് ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ്. ഇപ്പോ ഒരാള് രാവിലെ, ഞങ്ങളവിടെ മലബാറിൽ കട്ടൻ ചായ എന്ന് പറയും, പാല് പാരാത്ത ചായ. രാവിലെ കട്ടൻ ചായ വെറുതെ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കുടിക്കും. കുറെ കഴിയുമ്പോൾ അയാൾക്ക് അതൊരു ശീലമായി മാറും. നോൺ കോൺഷ്യസ് ആയിട്ട് അത് ഡെവലപ്പ് ചെയ്യും. അതേ സ്ഥാനത്ത് കോൺഷ്യസ് ആയിട്ട് ശീലങ്ങൾ ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടി വരും. ശീല രൂപീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ശീലത്തെക്കുറിച്ച് ഞാൻ പറയാറുള്ളത് ഇങ്ങനെയാണ്. ശീലത്തെ പറ്റി പറയുമ്പോൾ നല്ലൊരു പുസ്തകമുണ്ട്, 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ. അതിന്റെ മലയാളവും ലഭ്യമാണ്, DC ബുക്സ് ഇറക്കിയിട്ടുണ്ട്. അപ്പോ ശീലങ്ങള്, നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളെ ആരോഗ്യവാനാക്കുന്നു, രോഗിയാക്കുന്നു. നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളെ വിജയിപ്പിക്കുന്നു, നിങ്ങളെ പരാജയപ്പെടുത്തുന്നു. നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളെ സമ്പന്നനാക്കുന്നു, ദരിദ്രനാക്കുന്നു. നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങൾ ഒന്നുകിൽ സ്വർഗത്തിലെത്തിക്കും അല്ലെങ്കിൽ നരകത്തിലെത്തിക്കും, അങ്ങനെ വിശ്വാസമുള്ളവരെ. അത്രയും പ്രധാനപ്പെട്ടതാണ് ശീലങ്ങൾ. ഇവരുടെ രക്ഷിതാവ് വിലയിരുത്തേണ്ടത് എന്റെ കുട്ടിയുടെ നല്ല ശീലങ്ങൾ എന്തൊക്കെയാണ്, എന്റെ കുട്ടിയുടെ മോശപ്പെട്ട ശീലങ്ങൾ എന്തൊക്കെയാണ്.
രക്ഷിതാവ് ശരിക്കും ഒരു നോട്ട് ബുക്ക് കീപ്പ് ചെയ്യാനുമാണ്. എന്നിട്ട് ഇത് ഓരോ ദിവസവും ശ്രദ്ധയിൽപ്പെടുന്നത് എഴുതി 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 വെക്കണം. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തും, മുൻഗണനാക്രമത്തിൽ. ഇവരൊരു ശീലം, അപ്പോൾ ആളുകൾ പറയും ശീലം മാറ്റാൻ കഴിയുമോ? ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചെന്ന് ഒരു പദ്യം ഉണ്ടായിരുന്നു. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം, അസ്കരത്തിൻ ഗുരു പാലിലിട്ടാൽ അലാന്തരെ കൈ ശമിപ്പതുണ്ടോ. ഇയാള് വികസനത്തിന്റെ കടുത്ത ശത്രുവാണ്. കാരണം ശീലങ്ങള് മാറ്റാൻ ഒരു മാറ്റമില്ലാതെ പുരോഗതി സാധ്യമല്ല. നമ്മൾ മാറാൻ തയ്യാറില്ല എങ്കിൽ നമുക്ക് പുരോഗതി ഉണ്ടാവില്ല. നോ പ്രോഗ്രസ് ഈസ് പോസിബിൾ വിത്തൗട്ട് ചേഞ്ച്. പഠിക്കാത്തൊരു കുട്ടിക്ക് മാർക്ക് കുറയുന്നു. അവൻ പഠിക്കുക എന്ന ശീലത്തിലേക്ക് മാറുന്നില്ലെങ്കിൽ അവിടെ മാർക്ക് കിട്ടില്ല. ഉറപ്പുള്ള കാര്യമല്ലേ അത്? പക്ഷെ ആളുകൾ എന്തുകൊണ്ടാണ് മാറാത്തത്? അതിന് സൈക്കോളജിക്കൽ സിസ്റ്റുകൾ പറയുന്നത് എവരി ചേഞ്ച് ഈസ് ഡിസ്കംഫേർട്ട്. അപ്പൊ നിങ്ങളുടെ മോശപ്പെട്ട കുട്ടികളുടെ ശീലങ്ങൾ ഓരോന്നോരോന്നായി നോട്ട് ചെയ്ത് അത് മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ അതിന് ആദ്യം രക്ഷിതാക്കളെ ശീലങ്ങൾ മാറേണ്ടി വരും. യെസ്, രക്ഷിതാക്കളെ ശീലങ്ങളും പലപ്പോഴും മാറേണ്ടി വരും. രക്ഷിതാക്കൾ വേറെ ഒന്നാണ് വീട്ടിലെ മോട്ടിവേറ്റ് ചെയ്യാൻ ചെയ്യേണ്ടത്. വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളോ ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയും. ഇപ്പോൾ ചില കുട്ടികളുടെ സ്ഥിതി എന്താ അറിയുന്നത്? ഞാൻ എപ്പോ പോയാലെന്താ വന്നാലെന്താ അച്ഛനും അമ്മക്കും യാതൊരു. യെസ്, അപ്പൊ കുട്ടി വിചാരിക്കുക എന്തിനപ്പത്, അവർക്ക് അപ്രിസിയേഷൻ കിട്ടണം, റൈറ്റ്? അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഹാബിറ്റിന്റെ പ്രാധാന്യമാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ ഉണർത്തുന്നു, അറിവ് കൊണ്ട് മാത്രം നമ്മൾ നന്നാവില്ല. ഇപ്പൊ നിങ്ങൾ ഇവിടെ പറഞ്ഞു എങ്ങനെ പഠിക്കണം. അപ്പൊ വിവരം പഠിക്കുക എന്നല്ലേ ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെയാണ് എനിക്ക് പറയാനുള്ളത്, പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതുമായ കുറെ കാര്യങ്ങളുണ്ട്. വിവരം മാത്രം പഠിപ്പിച്ചാൽ പോരാ. നമ്മളെ വിദ്യാഭ്യാസത്തിൽ ഒരു പോരായ്മ എവിടെയാണ് കിടക്കുന്നത്? ഒന്ന് പോസിറ്റീവ് നോളജ്, ഗുണകരമായ വിവരം പഠിപ്പിക്കണം. അപ്പോൾ ചോദിക്കും നെഗറ്റീവ് നോളജ് ഉണ്ടോ? നെഗറ്റീവ് നോളജ് ഉണ്ട്, ഇപ്പം വിശദീകരിക്കാൻ സമയമില്ല. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പഠിപ്പിക്കണം, മനോഭാവം പഠിപ്പിക്കണം. പോസിറ്റീവ് ബിലീഫ് പഠിപ്പിക്കണം. എനിക്ക് കഴിയും, ആവും, സെൽഫ് കോൺഫിഡൻസ് അവരിൽ ബിൽഡ് ചെയ്യണം. പോസിറ്റീവ് വാല്യൂസ് പഠിപ്പിക്കണം. പാവങ്ങളെ സഹായിക്കുക, ഷെയർ ചെയ്യുക. സലീം സാറ് പറഞ്ഞു കോവിഡിന്റെ സമയമാണിത് എന്ന്. ഒരുപാട് സാമൂഹ്യ സേവനം പലരും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാ പറഞ്ഞു? പോസിറ്റീവ് നോളജ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ബിലീഫ്, പോസിറ്റീവ് വാല്യൂസ്, പോസിറ്റീവ് ബിഹേവിയർ പഠിപ്പിക്കണം. പോസിറ്റീവ് ഹാബിറ്റ്സ് പഠിപ്പിക്കണം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. യെസ്, നമ്മളിപ്പോ വിജ്ഞാനം മാത്രം പഠിപ്പിച്ചാൽ മതി, ലോകം നന്നാകും എന്നാ കരുതിയിരിക്കുന്നു, അല്ലേ? ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഏതെങ്കിലും അലോപ്പതി ഡോക്ടേഴ്സ് സദസ്സിലുണ്ടെങ്കിൽ വിഷമം തോന്നരുത്. ഹെൽത്ത് സയൻസ് വളരെ കൂടുതൽ പഠിച്ചവരാണ് ഡോക്ടേഴ്സ്, പ്രത്യേകിച്ച് അലോപ്പതി ഡോക്ടേഴ്സ്. ഇവരുടെ ഞാൻ ഇതൊരു കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉദ്ധരിക്കാം. ശരാശരി ഒരു കേരളീയൻ ശരാശരി 75 കൊല്ലം ജീവിക്കുമ്പോൾ അലോപ്പതി ഡോക്ടർ 62ാമത്തെ വയസ്സിൽ അകാല ചരമമടയുന്നു. ഇത് ഞാൻ വെറുതെ പറയല്ല. IMAയുടെ കേരള ഘടകം നടത്തിയ പഠനത്തിൽ കണ്ടതും മനോരമ ആരോഗ്യ മാസികയിൽ പ്രസിദ്ധീകരിച്ച് വന്നതുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നോളജിന്റെ കാര്യത്തിൽ അലോപ്പതി ഡോക്ടേഴ്സിന് വളരെ നന്നായിട്ട് ഹെൽത്ത് സയൻസ് അറിയാം. പിന്നെ അവർക്ക് സാധാരണ കേരളീയനേക്കാളും 13 വയസ്സ് എങ്ങനെ കുറഞ്ഞു പോയി? മനോരമ ആരോഗ്യ മാസികയിൽ ഒരു അടി ഇങ്ങനെയായിരുന്നു, എന്തുകൊണ്ട് നമ്മുടെ ഡോക്ടർമാർ അകാലത്തിൽ ചരമമടയുന്നു?
നോയിങ് ഈസ് നോട്ട് ഡൂയിങ്, ഡൂയിങ് ഈസ് ഡൂയിങ്. അറിഞ്ഞത് കൊണ്ട് മാത്രം കാര്യം നടക്കില്ല. രണ്ടു തരം നോളജാണ് നമ്മൾ പഠിക്കേണ്ടതും കുട്ടികളെ പഠിപ്പിക്കേണ്ടതും. ഇവിടെ രണ്ടു തരം നോളജ് ഉണ്ട്. ഒന്ന് വിവരത്തിന് വേണ്ടിയുള്ള വിവരം, രണ്ട് പ്രാവർത്തികമാക്കാനുള്ള വിവരം. ഇപ്പൊ ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമാകുന്നു എന്ന വിവരം കൊണ്ട് നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനുമില്ല. ഉറങ്ങും മുമ്പ് പല്ല് തേക്കണം എന്നത് പ്രാവർത്തികമാക്കേണ്ട വിവരമാണ്. ഇത് രണ്ടും ആളുകൾ കൺഫ്യൂസ്ഡ് ആയി കിടക്കുകയാണ്. ചെയ്യേണ്ട കാര്യങ്ങളും അറിയേണ്ട വിവരമായി മാത്രമാണ്. ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ ഹോം ലൈബ്രറി വേണം. ഇത് വിവരത്തിന് വേണ്ടിയുള്ള വിവരമല്ല, പ്രാവർത്തികമാക്കേണ്ട വിവരമാണ്. പ്രാവർത്തികമാക്കേണ്ട വിവരം അലോപ്പതി ഡോക്ടേഴ്സ് പ്രാവർത്തികമാക്കാത്തത് കൊണ്ടാണ്. അതിന് സ്ട്രെസ്സാണ് പ്രധാന കാരണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സ്ട്രെസ് മാറ്റാൻ പഠിക്കണമല്ലോ. നമ്മൾ സാധാരണ പറയാനുള്ള നോളജ് ഈസ് പവർ. നോളജ് ഈസ് പവർ ഓൺലി ഇഫ് യു അപ്ലൈ ഇറ്റ്. പ്രായോഗികമാക്കുന്നില്ല എങ്കിൽ നോളജ് കൊണ്ട് എന്ത് കാര്യം? ഇറ്റ്സ് ഓഫ് നോ യൂസ്. യാ, അതാണ് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോ കൊറോണയുടെ സമയമാണ്, അതിന് ഇമ്മ്യൂണിറ്റി കൂട്ടുകയാണ് വേണ്ടത് എന്നാണ് പലരും പറഞ്ഞത്. ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള അക്കാര്യത്തിൽ ഏകാഭിപ്രായമാണ് എല്ലാ സിസ്റ്റം മെഡിസിൻ. പക്ഷെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ നിങ്ങൾ ഓരോരുത്തരും എന്താ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ കേരളത്തിൽ ആരോഗ്യമന്ത്രി അടക്കം നിർദ്ദേശിച്ച ഹോമിയോ മരുന്ന് ആർസനിക് ആൽബം കഴിച്ചു. അതിനെതിർപ്പുള്ളവരുണ്ട്. പിന്നെ മഞ്ഞൾ കഴിക്കുന്നവരുണ്ട്, ഇഞ്ചി കഴിക്കുന്നവരുണ്ട്, കുരുമുളക് കഴിക്കുന്നവരുണ്ട്, തേൻ കഴിക്കുന്നവരുണ്ട്. ഓക്കെ, അതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണോ എന്നൊക്കെ ചോദ്യം അപ്പുറത്തുനിന്ന് വന്നേക്കാം. വാട്ടവർ ഇറ്റ് ഈസ്. പക്ഷെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് സ്വീകാര്യമായി നിങ്ങൾ ചെയ്യണ്ടേ? അതിന് പരിഹാരമല്ലല്ലോ, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം എന്ന് അറിയുന്നതോടൊപ്പം തന്നെ കുട്ടികളെ എന്തൊക്കെ പഠിപ്പിക്കണം അത് നമ്മൾ അറിയേണ്ടതാണ്. കുട്ടികളെ എന്തൊക്കെ പഠിപ്പിക്കണം ആ ഒരു ചിന്തയിൽ നമുക്ക് വേണം. സാധാരണ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു 3R ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ചിലരെങ്കിൽ 3R എന്ന് പറഞ്ഞാൽ റീഡിങ്, റൈറ്റിംഗ് ആൻഡ് അറിത്തമാറ്റിക്സിൽ എ എടുത്താൽ 6. ഇത് ആർക്കും കിട്ടേണ്ടതാണ്. ഏതൊരു ഭാഷ എഴുതാനും വായിക്കാനും കഴിയണം. അത്യാവശ്യ കണക്ക് നമുക്കറിയാം. റൈറ്റ്? ഇതാണ് ബേസിക് എഡ്യൂക്കേഷൻ ആയിട്ട് പറയുന്നത്. ഇത് നമ്മൾ വലിയ ക്ലാസ് വരെ മുകളിലോട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മൾ ആർട്സ് സൈഡില് അല്ലെങ്കിൽ സയൻസ് സൈഡില് അല്ലെ കൊമേഴ്സ് സൈഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നടത്തിയ പഠനത്തിൽ കണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങളെ മക്കളെ നിങ്ങൾ നിർബന്ധമായും പഠിപ്പിക്കേണ്ട കുറച്ച് വിദ്യാഭ്യാസങ്ങളുണ്ട്. അതേതാണ്? ഒന്ന്, സക്സസ് എഡ്യൂക്കേഷൻ. ജീവിതത്തിൽ എങ്ങനെ വിജയിക്കണം എന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. അത് സ്കൂളിലോ കോളേജിലോ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പഠിക്കും. 2, ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമ്മുടെ ഹെൽത്ത് ഡോക്ടറെ കയ്യിലാവാനുള്ളതല്ല, നമ്മൾ ഓരോരുത്തരും പഠിക്കണം. യെസ്, അതിന്റെ പ്രാധാന്യങ്ങൾ കേട്ടിരിക്കുന്നു. 3 ദിവസം മുമ്പ് ഹോമിയോപ്പതി ബില്ലും ആയുർവേദത്തിനൊരു ബില്ലും ഒക്കെ നമ്മുടെ പാർലമെന്റിൽ പാസ്സാക്കുക, ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിന് വേണ്ടി. റൈറ്റ്? മൂന്നാമത് പഠിക്കേണ്ട ഒന്ന് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വലിയ കോടീശ്വരനാവുന്നു. നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നയിക്കാനുള്ള വിദ്യാഭ്യാസം. ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി എഡ്യൂക്കേഷൻ, ഫൈനാൻഷ്യൽ ഫ്രീഡം എഡ്യൂക്കേഷൻ. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ റോബർട്ട് കിയോസാക്കിയുടെ കുറെ പുസ്തകങ്ങളുണ്ട്. ഒക്കെ നിങ്ങളൊന്ന് വാങ്ങി വായിക്കണം. നിങ്ങളെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പുസ്തകമാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. റോബർട്ട് കിയോസാക്കിയാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ മലയാളവും ലഭ്യമാണ്. അദ്ദേഹത്തിന് കുറെ നല്ല ബുക്കുകളുണ്ട്. വേറൊരു ബുക്കുണ്ട്, ഇഫ് യു വാണ്ട് ടു ബി റിച്ച് ആൻഡ് ഹാപ്പി ഡോണ്ട് ഗോ ടു ദ സ്കൂൾ. അർത്ഥം മനസ്സിലായല്ലോ? നിങ്ങൾ സമ്പന്നനും സന്തോഷവാനുമാവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്കൂളിൽ പോകണ്ട. കുട്ടികൾ കേട്ട് നാളെ മുതൽ സ്കൂളിൽ പോകണ്ടെന്ന് സാറ് പറഞ്ഞത് പറയുന്നത്. കാരണം എങ്ങനെ സന്തോഷവാനാകണമെന്നോ എങ്ങനെ സമ്പന്നനാകണമെന്നോ ഒന്ന് പഠിക്കാൻ കഴിയൂല എന്നർത്ഥം. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരടക്കം വീടുണ്ടാക്കുന്നത് ലോൺ എടുത്തിട്ടാണ്. ഫൈനാൻഷ്യൽ ഫ്രീഡം വരുന്നില്ല.
അപ്പൊ 4 വിദ്യാഭ്യാസം. 5ാമത്തെ വിദ്യാഭ്യാസം റിലേഷൻഷിപ്പ് എഡ്യൂക്കേഷനാണ്. നല്ല മനുഷ്യബന്ധങ്ങൾ വളരെ പ്രധാനമാണ്. 6ാമത്തെ വിദ്യാഭ്യാസം ഹാപ്പിനെസ് എഡ്യൂക്കേഷനാണ്. ഈ 6 വിദ്യാഭ്യാസവും നമ്മുടെ സ്കൂളിലോ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ കാര്യമായിട്ട് കിട്ടുന്നില്ല. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇത് നിങ്ങളെ മക്കളെ പഠിപ്പിച്ചോളാം. നമ്മളിപ്പോ പല രാഷ്ട്രീയ രംഗങ്ങളിലും പലതും സർക്കാരിന്റെ പോരായ്മ, കുറ്റം പറച്ചിൽ, അതൊന്നും പറഞ്ഞുകൊണ്ട് കാര്യം നടക്കില്ല. നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിച്ചോളാം. ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയൊരു സ്ഥാപനം, ഞാൻ വെറുതെ പ്രശ്നം പറയുകയല്ല, എന്റെ നാട്ടില് കാലിഫ് ലൈഫ് സ്കൂൾ എന്ന് പറഞ്ഞ ഒരു ഏക്കർ സ്ഥലത്ത് ഈ കിട്ടാത്ത വിദ്യാഭ്യാസം കൊടുക്കുക, ഗവൺമെന്റ് സിലബസിന് പുറമെ എഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ലക്ഷ്യത്തോടെ ഒരു സ്ഥാപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഇതാണ് 6 എസെൻഷ്യൽ യൂണിവേഴ്സൽ ഇഗ്നോർഡ് എഡ്യൂക്കേഷൻ എന്നാണ് ഞാൻ അതിന് പറയുന്നത്. വളരെ ആവശ്യമുള്ളതും എല്ലാവർക്കും ലഭിക്കേണ്ടതും മെയിൻ സ്ട്രീമിൽ അവഗണിക്കപ്പെട്ടതുമായ 6 വിദ്യാഭ്യാസങ്ങൾ. അത് നമ്മളെ മക്കൾക്ക് കൊടുക്കണം. അത് നമ്മൾ പുറത്തുനിന്ന് കൊടുത്താൽ മതി. ഇപ്പൊ നമുക്ക് ആവശ്യമായ മുഴുവൻ വിദ്യാഭ്യാസവും നമുക്ക് നമ്മളെ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടില്ല. ഇപ്പൊ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്താണ്? ഒന്ന് സൽസ്വഭാവം രൂപീകരിക്കുക. സൽസ്വഭാവത്തിന് എത്ര പീരീഡ് ഉണ്ട് സ്കൂളിൽ? ഞാൻ കോഴിക്കോട് ലോ കോളേജിൽ പഠിച്ച ആളാണ്. സലീം സാറ് കോഴിക്കോട് കലക്ടറായിരുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹം ഒരുപാട് പേരെടുത്തിട്ടുണ്ട് കോഴിക്കോട്ടുകാർക്ക് അദ്ദേഹം പ്രിയങ്കരനായി. അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കോഴിക്കോട് ലോ കോളേജ്. ഞാൻ ഈവനിങ്ങിലാണ് പഠിച്ചത്. അവിടെ ഒരു കൊല്ലത്തിൽ 10 അടിയെങ്കിലും കൊടുക്കും. എന്തുകൊണ്ടാ നിങ്ങൾ പറയും? വിദ്യാഭ്യാസത്തിൽ സൽസ്വഭാവം പഠിക്കുന്നില്ല. ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എന്നിട്ട് അവസാനം എന്താ പറയുന്നത്? ഇൻ their well-being and prosperity alone lies my happiness. ഇവരെ സന്തോഷത്തിലാണ്, അവരെ സുഖത്തിലാണ് എന്റെ സന്തോഷം കൂടിക്കൊള്ളുന്നത് എന്ന് സ്കൂളിൽ പറയാ എന്നല്ലാതെ എന്താ അവസ്ഥ? അപ്പൊ സൽസ്വഭാവത്തിന് എത്ര പീരീഡ് സ്കൂളിൽ? കോളേജിൽ എത്തുമ്പോഴത്തെ സ്വഭാവം കുറച്ചുകൂടി കേടുവരികയാണ്. അപ്പൊ കുട്ടികളെ സൽസ്വഭാവം പഠിക്കണം. സ്വഭാവത്തിനെ പറ്റിയുള്ള, ബിഹേവിയറിനെ പറ്റിയുള്ള പഠനമാണ് മനഃശാസ്ത്രം. രക്ഷിതാക്കൾ പഠിക്കേണ്ട ഒന്ന് ചൈൽഡ് സൈക്കോളജി നിങ്ങൾ നിർബന്ധമായി പഠിക്കണം. പഠിക്കാൻ നിങ്ങൾക്ക് ലക്ഷ്യന്റെ മാർഗമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് വളരെ സൗകര്യമാണ്, എന്തും പഠിക്കാം. ഡിസ്റ്റന്റ് മോഡിൽ പഠിക്കാം. കേരളത്തിൽ അതാ പുതിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി വരുന്നു. ഞാൻ ഡിസ്റ്റന്റ് മോഡിൽ പലതും പഠിച്ചു. അപ്പൊ അത് പഠിക്കാൻ ഇപ്പൊ ഏതോ ഒരു യൂണിവേഴ്സിറ്റി ഇഫക്റ്റീവ് പാരന്റിങ്ങിൽ എന്തോ ഒരു ഡിപ്ലോമ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് യൂണിവേഴ്സിറ്റി ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ പഠിക്കേണ്ട മാർഗം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഉദാഹരണത്തിന് നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ് കുട്ടികൾ എന്തു പിഴച്ചു എന്ന പുസ്തകം. കുട്ടികൾ എന്തു പിഴച്ചു. ഇതിന് മറുപടി എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? കുട്ടികളല്ല പിഴച്ചത്, മാതാപിതാക്കളും അധ്യാപകരുമാണ് പിഴച്ചത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അധ്യാപകന്മാർക്ക് ട്രെയിനിങ് ഇല്ല? അധ്യാപകർക്ക് ടീച്ചിങ് മെത്തോഡോളജിയിലൊക്കെ ഉണ്ടാവുമെങ്കിലും കുട്ടികളുമായിട്ട് വേണ്ടത്ര ഇടപഴകാനുള്ള ട്രെയിനിങ് കിട്ടുന്നുണ്ടോ എന്ന് ഇല്ല എന്നാണ് എന്റെ ധാരണ. ഒരുപക്ഷെ തെറ്റിദ്ധാരണയായി. കുട്ടികൾ എന്ത് പിഴച്ചു? CP വർക്കി. ഈ ബുക്ക് നിങ്ങൾ നിർബന്ധമായി വായിക്കണം. ബെറ്റർ യുവർ സെൽഫ് ബുക്സ്. കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. പഠിക്കാൻ നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ രക്ഷിതാക്കളും നല്ല വായനക്കാരാണ്. വേറൊരു പുസ്തകം നിങ്ങൾ വായിക്കേണ്ടത് കുസൃതിയില്ലാത്ത കുട്ടികൾ, അഡ്വക്കേറ്റ് മൊയ്നുദ്ദീൻ. കുട്ടികൾ എന്തുകൊണ്ടാണ് കുസൃതിയാകുന്നത്, എന്തുകൊണ്ടാണ് വികൃതിയാകുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നു. ഇങ്ങനെ നിങ്ങൾ വായിക്കേണ്ട വലിയൊരു ബുക്കിന്റെ ലിസ്റ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട രൂപമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ 6 വിദ്യാഭ്യാസം നിങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. പഠിപ്പിക്കാനുള്ള മെത്തേഡ്സ് പലത്. ഇനി ഒന്നുകൂടി ഞാൻ പറയാം എങ്ങനെയൊക്കെ പഠിക്കാം. ഇൻ ദാറ്റ് കേസ് ഐ വിൽ കൺക്ലൂഡ്. ഞാൻ അവസാനിപ്പിക്കാം. 5 മിനിറ്റ് കൂടിയാണ് നമുക്ക് ഉള്ളത്. ഒന്ന്,
വേറൊരു കാര്യം, നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവരെ പണത്തിന്റെ വില പഠിപ്പിക്കണം. പണത്തിന്റെ മൂല്യം. കുട്ടികൾ പലതും ചോദിക്കും, ചിലപ്പോൾ എല്ലാവർക്കും അത് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞോളന്നില്ല. അപ്പൊ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും സാമ്പത്തിക മൂല്യങ്ങളും അവരെ പഠിപ്പിക്കണം. അതോടൊപ്പം രക്ഷിതാക്കൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളെ എങ്ങനെ സ്നേഹിക്കണം എന്ന് പഠിക്കണം. സ്നേഹപ്രകടനം പഠിക്കേണ്ട ഒരു കലയാണ്. കുട്ടികളെ അനുസരിക്കാതിരിക്കാനും വികൃതിയാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കുട്ടികൾക്ക് തിരിയുന്ന ഭാഷയിൽ സ്നേഹം കിട്ടാത്തതാണ്. സ്നേഹപ്രകടനം പഠിക്കേണ്ട ഒരു കലയാണ്. അത് പ്രധാനമായി പഠിക്കുന്നത് സൈക്കോളജി എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്ര ശാഖയുണ്ട്, ട്രാൻസാക്ഷൻ അനാലിസിസ്. അതിൽ സ്നേഹപ്രകടനമൊക്കെ വളരെ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് രക്ഷിതാക്കള് പഠിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് ഉണർത്തുന്നു. ഇനി ഞാൻ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചെറിയ ഒരു പ്രാക്ടിക്കൽ പറയാം. നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അതായത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനും ഒക്കെ നമുക്ക് ഓട്ടോ സജഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഉദാഹരണത്തിന് ഓർമ്മശക്തി കുറവാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആത്മവിശ്വാസമില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു കസാലയിൽ സ്വസ്ഥമായിട്ട് ഇരിക്കുക, ഒരു 2 മിനിറ്റ് ദീർഘശ്വാസം ധരിച്ചു. അതിന്റെ ശേഷം നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു 5 മിനിറ്റ് ഇരിക്കുക. അതിന്റെ ശേഷം ഓർമ്മശക്തി കുറഞ്ഞ കുട്ടിയാണെങ്കിൽ അവൻ പറയേണ്ടത് എനിക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഉണ്ട് എന്ന് മനസ്സിൽ ഒരു 10 മിനിറ്റ് പറയുക. അത് രാവിലെയും വൈകുന്നേരം അങ്ങനെ ചെയ്യും. ഏതാനും ദിവസം ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് അത് വർക്ക് ചെയ്യും. സെൽഫ് കോൺഫിഡൻസിന്റെ കുറവാണുള്ളതെങ്കിൽ എനിക്ക് നല്ല ആത്മവിശ്വാസവും ആത്മധൈര്യവും ഉണ്ട് എന്ന് പറയാം. ഓട്ടോ സജഷൻ എന്നാണ് ഇതിന് പറയുന്നത്. നിങ്ങളുടെ യൂട്യൂബിൽ വേണമെങ്കിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഓട്ടോ സജഷൻ കാണാവുന്നതാണ്. എനിക്ക് അനുവദിച്ച ടൈം കഴിഞ്ഞെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും നിങ്ങൾ എന്നെ വളരെയധികം ശ്രദ്ധിച്ച് കേട്ടതിന്, എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ഡോക്ടർ സലീം സാറിനും അതുപോലെ തന്നെ അസീസ് സാറിനും അതുപോലുള്ള മറ്റു ഭാരവാഹികൾക്കെല്ലാം തന്നെ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്ന നമ്പർ 9847009508 ആണ്. അത് വാട്സാപ്പ് അല്ല എന്ന് കൂടി പ്രത്യേകമായി ഉണർത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.